കാന്തപുരം ഉസ്താദ് മദീന മുനവ്വറയിലെത്തിയ ചിത്രം കണ്ടപ്പോൾ ഹബീബിന്റെ ചാരത്തണയാൻ വല്ലാത്ത കൊതി വന്നുപോയി. നമ്മുടെ മുഹിബീങ്ങൾ പലരും മദീനയിലുണ്ട്. ഞാൻ ഇന്നലെ ഒരു സയ്യിദ് അവറുകളെ കാണാൻ വേണ്ടി യാത്രക്കിടയിൽ അവരെ വീട്ടിൽ കയറിയപ്പോൾ തങ്ങളും മദീനത്തെത്തി എന്ന വിവരം ലഭിച്ചപ്പോ എന്റെ മനസ്സ് പിടച്ചുപോയി. അല്ലാ, എല്ലാരും മദീനയിൽ അണയുമ്പോ ഞാൻ മാത്രം ഇവിടെ ബാക്കിയായല്ലോ. ഇന്നൽ ഈമാന ലയർസിലൽ മദീന കമാ തൈർസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. അപകടങ്ങൾ പിണയുമോ എന്ന് പേടി തോന്നുമ്പോ മാളത്തിൽ നിന്ന് പുറത്തു വന്ന പാമ്പ് ആ മാളത്തിലേക്ക് തിരിച്ചു പോകാൻ തിടുക്കം കൂട്ടുന്നത് പോലെ ഈമാനുള്ള ഖൽബിന്റെ ഉടമകള് മദീനയിൽ അണയാൻ ആഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഈ നൂറേ റമളാനിൽ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമൂമിനീങ്ങളെയും മദീന മുനവ്വറയിലെത്തിക്കണേ അല്ലാഹ്. മദീന കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീനയിൽ അണയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മമാരെ, മൻസാറനി ബിൽ മദീന മുഹ്തസിബൻ കുന്തു ലഹു ശഹീദൻ വശഫീഅൻ യൗമൽ ഖിയാമ. മദീനയിലെത്തി ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്താൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അവന് ഞാൻ സാക്ഷി നിൽക്കുമേ. ഖിയാമത്ത് നാളിൽ എന്നെ സന്ദർശിക്കാനെത്തിയ മോമിനായ മനുഷ്യന് ഞാൻ ശുപാർശ ചെയ്യുമേ. സ്വദഖ റസൂലുള്ളാഹ്. മദീന മുനവ്വറയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര് ഇനി പറയാൻ പോകുന്നത് ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ലാ യസ്ബിറു അലാ ലഅ്വാഇൽ മദീനതി വശിദ്ദതിഹാ അഹദും മിൻ ഉമ്മത്തി. എന്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് പോയാൽ മദീനയിലെത്തി ക്ലൈമറ്റ് ചേഞ്ചിങ് കാരണോ ഒന്ന് പനി വന്നാൽ വല്ല പ്രയാസവും മദീനയിലെത്തിയിട്ട് നേരിട്ടാൽ ആ പ്രയാസത്തിൽ അവൻ ക്ഷമിച്ചാൽ ഇല്ലാ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമത്തി ഔ ശഹീദാ. പരലോകത്ത് എന്റെ ശഫാഅത്ത് അവന് ലഭ്യമാണ്. അവന് അനുകൂലമായ റബ്ബിങ്കലിൽ ഞാൻ സാക്ഷിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മദീനയിൽ പോയാലൊന്ന് പനിക്കണം, അത് നല്ലതാണ്. മദീനയിലെത്തിയാൽ ചെറിയ പ്രയാസങ്ങൾ നേരിടണം, അത് നല്ലതാണ്. മദീന മുനവ്വറയിലെത്തി എന്നതിന്റെ അടയാളമാണ്. ശരീരം കൊണ്ട് എത്തിയാൽ പോരാ, ഹൃദയ സാന്നിധ്യത്തിൽ മദീനയിൽ അണയണം. തങ്ങളെ മുന്നിൽ പാലിക്കേണ്ട അദബുകൾ പാലിക്കണം. അവിടെ ഗുരുത്തക്കേട് സംഭവിച്ചു പോകാൻ പാടില്ല. ഹറാമായ നോട്ടവും ഹറാമായ കേൾവിയും ഹറാമായ സംസാരവും സ്പർശനവും പാടില്ല. അല്ലാഹ് ഞങ്ങളിൽ മദീനയിൽ വെച്ച് ആർക്കെങ്കിലും വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളെ മഹത്വം പറയുന്ന ഈ മജ്‌ലിസിൽ നിന്ന് മാപ്പു തരണേ അല്ലാഹ്. മാപ്പു തരണേ അല്ലാഹ്. മാപ്പു തരണേ അല്ലാഹ്. ഖൽബുമായി മദീനയിൽ അണയണം. അങ്ങനെ തങ്ങളെ ഹളറത്തിൽ പാലിക്കേണ്ട അദബുകൾ പാലിക്കണം. ഇഷ്ക്
ഇഷ്ക് നിറഞ്ഞ ഒരു കൽബോടുകൂടി തങ്ങളെ മുന്നിലെത്തണം. എന്നിട്ട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു സലാം പറയണം. ആ സലാം അവിടുന്നൊന്ന് കേൾക്കണം. ആ സലാം ആദരവായ തങ്ങളൊന്ന് മടക്കി തരണം. അവിടുത്തെ ഹുജറത്തു ശരീഫയിൽ നിന്ന് ഒരു റഹ്മത്തിന്റെ നോട്ട് നമ്മളെ ഖൽബിലേക്ക് ലഭിക്കണം. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ലഭിക്കണം. അങ്ങനെ മദീന സിയാറത്തിന് ഒരു മുഅ്മിന് കഴിഞ്ഞാൽ അവർക്ക് പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഹബീബായ തങ്ങൾ റെക്കമെൻഡ് ചെയ്തു. സഹോദരങ്ങളെ, ഒന്നുകൂടി പറഞ്ഞ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി പിരിയാം നമുക്ക്. നാരിയത്തുസ്സലാത്ത് മദീനയിലേക്ക് സമർപ്പിച്ച് ദുആ ചെയ്യാം നമുക്ക്. അല്ലാഹു ഖബൂൽ നൽകട്ടെ. من استطاع أن يموت بالمدينة فليمت بها. പറയാൻ എനിക്ക് കഴിയുന്നില്ല, വിശദീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, കേട്ടു നിൽക്കാനും നമുക്ക് കഴിയുകയില്ല. നമ്മൾ അതിന് യോഗ്യരല്ല, അനർഹർ. അർഹതയില്ലാത്ത കാര്യം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്നാലും ആശിച്ചു പോവുകയാണ്. മറ്റ് നിർവാഹങ്ങളില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഹബീബായ തങ്ങളുടെ മദീനയിൽ അണയണം. അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. അതെ, ഹബീബ് പറയാണ്, മദീന, മദീനയിൽ മരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഫല്യമുത് ബിഹാ, മദീനയിൽ അവൻ മരിച്ചോട്ടെ. ഫഇന്നീ അശ്ഫഉ ലിമൻ യമൂത് ബിഹാ, മദീനയിൽ മരിച്ചു വീഴുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുന്നതാണ്. സ്വദഖ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അറബികളല്ല, ഞങ്ങൾ ഹബീബിന്റെ പേരക്കിടാങ്ങളല്ല. മഹാന്മാരെ ഹബീബിനെ കുറിച്ച് വാചാലമായി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പറയാൻ കഴിയൂല. തു അമീറെ അറബ് മൈ ഫഖീറെ അജം, തങ്ങൾ അറബിന്റെ നേതാവാണ്. ഞാൻ ആ ഹബീബിന്റെ ചാരത്ത് അണയാൻ സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കേണ്ടതുണ്ട്. ലോകത്തുള്ള ഒരുപാട് വിശ്വാസിനികളിൽ സെലക്റ്റഡായവർക്ക് മാത്രമേ മദീന മുനവ്വറയിലുള്ള ജന്നത്തുൽ ബഖീൽ ഒരു ഇടം ലഭിക്കുകയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദുമാർ പലരും മദീനയിൽ അണഞ്ഞവരാണ്. മലബാറുകാരുടെ പലരും ആശഖീങ്ങൾ മദീനയിൽ കിടക്കുന്നവരാണ്. ഞങ്ങളെ മദീനയിൽ എത്തിച്ചു തരണേ അല്ലാഹ്. മദീനയിൽ മരിക്കാൻ സാധിക്കുന്നവർ അവിടെ വെച്ച് മരിക്കട്ടെ. അവിടെ വെച്ച് മരിക്കുന്നവർക്ക് ഹബീബായ തങ്ങൾ പറയാണ്, ഞാൻ ശഫാഅത്ത് ചെയ്യുന്നതാണ്. എന്റെ കൂടെ ഒരാൾ ഉംറയ്ക്ക് വന്ന് മക്കയിൽ നിന്ന് അമലുകളൊക്കെ ചെയ്ത് മദീനത്തെത്തി സിയാറത്ത് ചെയ്ത് 4 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ നേരമായി. ജിദ്ദ എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ് വന്നു. റൂമിൽ നിന്ന് എല്ലാവരും ലഗേജുകൾ താഴോട്ടിറക്കി. ആ സമയത്ത് ഒരു പ്രായമുള്ള പിതാവ് എന്റെ റൂമിൽ വന്നിട്ട് പറയാണ്, ഉസ്താദേ, എനിക്ക് മദീന വിട്ടു പോരാൻ മനസ്സില്ല. നാട്ടിൽ
നാട്ടിൽ നിന്ന് പോരുമ്പോ ഞാനിനി തിരിച്ചു വരൂല എന്ന് പലരോടും പറഞ്ഞിട്ടാ പോന്നത്. എനിക്ക് മദീനയിൽ കിടക്കാൻ അവസരം കിട്ടണം, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, ഞാൻ കൂടെ പോരുന്നില്ല. ഞാൻ ആ പിതാവിനോട് പറഞ്ഞു, അള്ള കണക്കാക്കിയതുപോലെയല്ലേ സംഭവിക്കുകയുള്ളൂ. തായോട്ടിറങ്ങാം നമുക്ക്. ആ ഫുന്ദുഖിലുള്ള ലിഫ്റ്റിൽ കയറിയിട്ട് തായോട്ട് ഇറങ്ങുമ്പോ ആ പ്രായമുള്ള പിതാവ് തളർന്നു വീഴുന്നു. അതേ റിസപ്ഷൻ കൗണ്ടറിലുള്ള ആ സോഫയിൽ മലർന്നു കിടക്കുന്നു. കൂടെയുള്ള സഹയാത്രികരൊക്കെ വാഹനത്തിൽ നാട്ടിലേക്ക് പോരാൻ കയറുമ്പോ ആ പ്രായമുള്ള പിതാവ് മദീനയിൽ കിടന്നങ്ങ് മരിച്ചു. അന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മസ്ജിദുൻ നബവിയിൽ നിന്ന് മയ്യത്ത് നിസ്കാരം നടത്തി. ആ ജന്നത്തുൽ ബഖീഇലെ ഖുബ്ബത്തുൽ ഖദറ കണ്ടുകൊണ്ട് ആ ഖബറാളികൾ തങ്ങളുടെ പരിമളം ആസ്വദിച്ച് തങ്ങൾ കിടക്കുന്ന മദീനയുടെ മണൽ പരപ്പിൽ കിടക്കുകയാണ്. ആ ജന്നത്തുൽ ബഖീൽ ഖബറൊരുങ്ങി. അന്നത്തെ വൈകുന്നേരം മഗ്രിബ് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് പ്രായമുള്ള പിതാവ് മദീനയിലെ ജന്നത്തുൽ ബഖീൽ ഖബറിടത്തിലെത്തിപ്പോയി. റമളാൻ വന്ന് നോമ്പെടുത്തത് മദീനയിലേക്ക് ഒരു മനസ്സ് കിട്ടാനാണ്, മദീന ആലോചിക്കുന്ന ഒരു ഖൽബ് നേടാനാണ്, മുത്തായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നേടാനാണ്. ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ. നഷ്ടം സംഭവിച്ചവരിൽ ചേർക്കാതെ തങ്ങളിലേക്കൊരു വിസാല് തന്ന്